ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് കറണ്ട് അഫയേഴ്സിൻ്റെ മോക്ക് ടെസ്റ്റിൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ ഇന്ന് നമ്മൾ 25 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കറണ്ട് അഫയേഴ്സിൻ്റെ മോക്ക് ടെസ്റ്റ് എല്ലാം ഒരു പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ അതിൽ കയറിയാൽ ഇതുവരെയുള്ള എല്ലാ മോക്ക് ടെസ്റ്റിൻ്റെയും ക്ലാസ് അതിൽ കാണും. അപ്പോൾ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാനും പഠിക്കാനും എളുപ്പമായിരിക്കും. അപ്പോൾ ഇന്നത്തെ പരീക്ഷയ്ക്ക് എത്ര മാർക്ക് ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്യുക. എന്നും പറയും പോലെ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ് കണ്ടതിന് ശേഷം കമൻറ്റ് ബോക്സ് കൂടി നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 2024 മികച്ച കായിക താരത്തിനുള്ള 36ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് നേടിയ അബ്ദുള്ള അബൂബക്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2024 മികച്ച കായിക താരത്തിനുള്ള 36ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് നേടിയ അബ്ദുള്ള അബൂബക്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി, ട്രിപ്പിൾ ജംപ്. ട്രിപ്പിൾ ജമ്പുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് അബ്ദുള്ള അബൂബക്കർ. അബ്ദുള്ള അബൂബക്കറിനാണ് 2024 മികച്ച കായിക താരത്തിനുള്ള 36ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 2024 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹമായ നോവൽ. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 2024 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹമായ നോവൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഗോപ. ഗോപ എന്ന നോവലിനാണ് 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. അപ്പോൾ 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കായിരുന്നു? കെ അരവിന്ദാക്ഷൻ. കെ അരവിന്ദാക്ഷൻ്റെ ഗോപ എന്ന നോവലിനാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ മികച്ച അഗ്രി ടൂറിസം വില്ലേജായി തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമം. ഇന്ത്യയിലെ മികച്ച അഗ്രി ടൂറിസം വില്ലേജായി തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, കുമരകം. കോട്ടയം ജില്ലയിലെ കുമരകമാണ് ഇന്ത്യയിലെ മികച്ച അഗ്രി ടൂറിസം വില്ലേജായി തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമം. അപ്പോൾ ഇന്ത്യയിലെ മികച്ച അഗ്രി ടൂറിസം വില്ലേജായി തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമം ചോദിച്ചാൽ കോട്ടയം ജില്ലയിലെ കുമരകം. നാലാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ 14ാം പഞ്ചവത്സര പദ്ധതി കാലം. കേരളത്തിൽ 14ാം പഞ്ചവത്സര പദ്ധതി കാലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, 2022 മുതൽ 2027 വരെ. അപ്പോൾ കേരളത്തിൽ 14ാം പഞ്ചവത്സര പദ്ധതി കാലം ഏതാണ്? 2022 മുതൽ 2027 വരെ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദ്രവ്യത്തിൻ്റെ ഏത് അവസ്ഥയാണ് 2023 കണ്ടെത്തിയത്? ദ്രവ്യത്തിൻ്റെ ഏത് അവസ്ഥയാണ് 2023 കണ്ടെത്തിയത്? ഉത്തരം ഓപ്ഷൻ എ, ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ്. ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ് എന്ന ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ് 2023 കണ്ടെത്തിയത്. അപ്പോൾ ദ്രവ്യത്തിൻ്റെ ഏത് അവസ്ഥയാണ് 2023 കണ്ടെത്തിയത് എന്ന് ചോദിച്ചാൽ ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. 2024 മികച്ച കായിക താരത്തിനുള്ള 36ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് നേടിയ അബ്ദുള്ള അബൂബക്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്? ട്രിപ്പിൾ ജമ്പ്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 2024 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹമായ നോവൽ ഏതാണ്? കെ അരവിന്ദാക്ഷൻ്റെ ഗോപ എന്ന നോവൽ. ഇന്ത്യയിലെ മികച്ച അഗ്രി ടൂറിസം വില്ലേജായി തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമമാണ് കോട്ടയം ജില്ലയിലെ കുമരകം. കേരളത്തിൽ 14ാം പഞ്ചവത്സര പദ്ധതി കാലം ഏതാണ്? 2022 മുതൽ 2027 വരെ. ദ്രവ്യത്തിൻ്റെ ഏതവസ്ഥയാണ് 2023 കണ്ടെത്തിയത്? ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, കാലുകൾ കൊണ്ട് വാഹനമോടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത. കാലുകൾ കൊണ്ട് വാഹനമോടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, ജിലുമോൾ മാരിയറ്റ് തോമസ്. ജിലുമോൾ മാരിയറ്റ് തോമസ് ആണ് കാലുകൾ കൊണ്ട് വാഹനമോടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, 2025 തണ്ണീർത്തട ദിന പ്രമേയം. 2025 തണ്ണീർത്തട ദിന പ്രമേയം എന്താണ്? ഉത്തരം ഓപ്ഷൻ എ, നമ്മുടെ ഭാവിക്കായി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക. നമ്മുടെ ഭാവിക്കായി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് 2025 തണ്ണീർത്തട ദിന പ്രമേയം. തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി 2. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, കേരള സർക്കാർ സംസ്ഥാന ബഡ്ജറ്റിനോടൊപ്പം പരിസ്ഥിതി ബഡ്ജറ്റും അവതരിപ്പിച്ച വർഷം. കേരള സർക്കാർ സംസ്ഥാന ബജറ്റിനൊപ്പം പരിസ്ഥിതി ബജറ്റും അവതരിപ്പിച്ച വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, 2024. 2024 കേരള സർക്കാർ സംസ്ഥാന ബജറ്റിനൊപ്പം പരിസ്ഥിതി ബജറ്റും അവതരിപ്പിച്ചു. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ദ ന്യൂ ഐക്കൺ എന്ന പുസ്തകം എഴുതിയത്. ദ ന്യൂ ഐക്കൺ എന്ന പുസ്തകം എഴുതിയത് ആരാണ്?
ഉത്തരം ഓപ്ഷൻ ബി അരുൺ ഷൂരി. അരുൺ ഷൂരിയാണ് ദ ന്യൂ ഐക്കൺ എന്ന പുസ്തകം എഴുതിയത്. 10ാമത്തെ ക്വസ്റ്റ്യൻ, രക്തവും സാക്ഷികളും എന്ന പുസ്തകം എഴുതിയത്. രക്തവും സാക്ഷികളും എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആനന്ദ്. ആനന്ദാണ് രക്തവും സാക്ഷികളും എന്ന പുസ്തകം എഴുതിയത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിതയാണ് ജിലുമോൾ മാരിയറ്റ് തോമസ്. 2025 തണ്ണീർത്തട ദിന പ്രമേയമാണ് നമ്മുടെ ഭാവിക്കായി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക. കേരള സർക്കാർ സംസ്ഥാന ബജറ്റിനൊപ്പം പരിസ്ഥിതി ബജറ്റും അവതരിപ്പിച്ച വർഷമാണ് 2024. ദ ന്യൂ ഐക്കൺ എന്ന പുസ്തകം എഴുതിയത് അരുൺ ഷൂരി. രക്തവും സാക്ഷികളും എന്ന പുസ്തകം എഴുതിയത് ആനന്ദ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, 2024 പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ താരങ്ങൾ. 2024 പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ താരങ്ങൾ എത്ര പേരാണ്? ഉത്തരം ഓപ്ഷൻ സി 117 പേർ. 117 പേരാണ് 2024 പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ താരങ്ങൾ. 12ാമത്തെ ക്വസ്റ്റ്യൻ, 2024 പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി താരങ്ങൾ. 2024 പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി താരങ്ങൾ എത്ര പേരാണ്? ഉത്തരം ഓപ്ഷൻ എ 7 പേർ. 7 പേരാണ് 2024 പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി താരങ്ങൾ. 13ാമത്തെ ക്വസ്റ്റ്യൻ, 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി 71. 71ാം സ്ഥാനമാണ് 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ലഭിച്ചത്. 14ാമത്തെ ക്വസ്റ്റ്യൻ, ജനനനിരക്ക് കുത്തനെ ഇടിയുന്നത് നേരിടാൻ മിനിസ്ട്രി ഓഫ് സെക്സ് എന്ന പുതിയ മന്ത്രാലയം രൂപവൽക്കരിക്കുന്നത്. ജനനനിരക്ക് കുത്തനെ ഇടിയുന്നത് നേരിടാൻ മിനിസ്ട്രി ഓഫ് സെക്സ് എന്ന പുതിയ മന്ത്രാലയം രൂപവൽക്കരിക്കുന്ന രാജ്യം? ഉത്തരം ഓപ്ഷൻ സി റഷ്യ. റഷ്യയാണ് ജനനനിരക്ക് കുത്തനെ ഇടിയുന്നത് നേരിടാൻ മിനിസ്ട്രി ഓഫ് സെക്സ് എന്ന പുതിയ മന്ത്രാലയം രൂപവൽക്കരിക്കുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യൻ, 2024 ഒക്ടോബറിൽ ലോകാരോഗ്യ സംഘടന ട്രോക്കോമ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ച രാജ്യം. 2024 ഒക്ടോബറിൽ ലോകാരോഗ്യ സംഘടന ട്രോക്കോമ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ച രാജ്യം? ഉത്തരം ഓപ്ഷൻ ബി ഇന്ത്യ. ഇന്ത്യയാണ് 2024 ഒക്ടോബറിൽ ലോകാരോഗ്യ സംഘടന ട്രോക്കോമ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ചത്. 16ാമത്തെ ക്വസ്റ്റ്യൻ, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നഴ്സിംഗ് മേഖലയിൽ സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് നഴ്സിംഗ് മേഖലയിൽ സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ കേരളം. കേരളമാണ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് നഴ്സിംഗ് മേഖലയിൽ സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം. അപ്പോൾ 2024 പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ താരങ്ങൾ 117 പേർ. 2024 പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി താരങ്ങൾ 7 പേർ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 71. ജനനനിരക്ക് കുത്തനെ ഇടിയുന്നത് നേരിടാൻ മിനിസ്ട്രി ഓഫ് സെക്സ് എന്ന പുതിയ മന്ത്രാലയം രൂപവൽക്കരിക്കുന്നത് റഷ്യ. 2024 ഒക്ടോബറിൽ ലോകാരോഗ്യ സംഘടന ട്രോക്കോമ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ച രാജ്യം ഇന്ത്യ. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് നഴ്സിംഗ് മേഖലയിൽ സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളം. 17ാമത്തെ ക്വസ്റ്റ്യൻ, കോഴിക്കോടിനെ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചത്. കോഴിക്കോടിനെ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി എം.ബി. രാജേഷ്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായ എം.ബി. രാജേഷാണ് കോഴിക്കോടിനെ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചത്. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഉസ്താദ് സക്കീർ ഹുസൈൻ ഏത് സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉസ്താദ് സക്കീർ ഹുസൈൻ ഏത് സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി തബല. 19ാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തെ ആദ്യ വി പാർക്ക് നിലവിൽ വരുന്നത്. സംസ്ഥാനത്തെ ആദ്യ വി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ കൊല്ലം. കൊല്ലം ജില്ലയിലാണ് സംസ്ഥാനത്തെ ആദ്യ വി പാർക്ക് നിലവിൽ വരുന്നത്. 20ാമത്തെ ക്വസ്റ്റ്യൻ, 2024 ഭാരതരത്നം ലഭിച്ചത് എത്ര പേർക്ക്? 2024 ഭാരതരത്നം ലഭിച്ചത് എത്ര പേർക്കാണ്? ഉത്തരം ഓപ്ഷൻ ബി 5. 5 പേർക്കാണ് 2024 ഭാരതരത്നം ലഭിച്ചത്. 21ാമത്തെ ക്വസ്റ്റ്യൻ, അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി കുഷ്ഠം. കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് അശ്വമേധം. 22ാമത്തെ ക്വസ്റ്റ്യൻ, 38ാമത് ദേശീയ ഗെയിംസിൻ്റെ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത്.
38ാമത് ദേശീയ ഗെയിംസിൻ്റെ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത്? ഉത്തരം ഓപ്ഷൻ എ സർവീസസ്. സർവീസസ് ആണ് 38ാമത് ദേശീയ ഗെയിംസിൻ്റെ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത്. 23ാമത്തെ ക്വസ്റ്റ്യൻ. 38ാമത് ദേശീയ ഗെയിംസിൻ്റെ മെഡൽ പട്ടികയിൽ കേരളത്തിൻ്റെ സ്ഥാനം. 38ാമത് ദേശീയ ഗെയിംസിൻ്റെ മെഡൽ പട്ടികയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ 14. 14ാം സ്ഥാനമാണ് 38ാമത് ദേശീയ ഗെയിംസിൻ്റെ മെഡൽ പട്ടികയിൽ കേരളത്തിന് ഉള്ളത്. അപ്പോൾ കോഴിക്കോടിനെ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചത് എം ബി രാജേഷ്. ഉസ്താദ് സക്കീർ ഹുസൈൻ ഏത് സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്? തബല. സംസ്ഥാനത്തെ ആദ്യ വി പാർക്ക് നിലവിൽ വരുന്നത് കൊല്ലം. 2024 ഭാരതരത്നം ലഭിച്ചത് എത്ര പേർക്കാണ്? 5 പേർക്ക്. അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുഷ്ഠം. 38ാമത് ദേശീയ ഗെയിംസിൻ്റെ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത് സർവീസസ്. കേരളത്തിൻ്റെ സ്ഥാനം ചോദിച്ചാൽ 14. 24ാമത്തെ ക്വസ്റ്റ്യൻ. 2027 ദേശീയ ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനം. 2027 ദേശീയ ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി മേഘാലയ. മേഘാലയയിലാണ് 2027 ദേശീയ ഗെയിംസ് നടക്കുന്നത്. 25ാമത്തെ ക്വസ്റ്റ്യൻ. സിയാച്ചിൻ സന്ദർശിക്കുന്ന എത്രാമത്തെ ഇന്ത്യൻ പ്രസിഡന്റാണ്? ദ്രൗപദി മുർമു. സിയാച്ചിൻ സന്ദർശിക്കുന്ന എത്രാമത്തെ ഇന്ത്യൻ പ്രസിഡന്റാണ് ദ്രൗപദി മുർമു? ഉത്തരം ഓപ്ഷൻ സി 3. അപ്പോൾ സിയാച്ചിൻ സന്ദർശിക്കുന്ന 3ാമത്തെ ഇന്ത്യൻ പ്രസിഡന്റാണ് ദ്രൗപദി മുർമു. അപ്പോൾ 2027 ദേശീയ ഗെയിംസിന് വേദിയാകുന്നത് മേഘാലയ. സിയാച്ചിൻ സന്ദർശിക്കുന്ന 3ാമത്തെ ഇന്ത്യൻ പ്രസിഡന്റാണ് ദ്രൗപദി മുർമു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ 25 ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്